ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിൽ ട്രേഡ് ചെയ്യുകയാണ്. ഡൗ ജോൺസ് 176 പോയിൻറ്റും S&P 3 പോയിൻറ്റും നസ്ഡാക്ക് 20 പോയിൻറ്റും നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 30 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. മാർക്കറ്റിൽ മിക്കവാറും നാളെ ഒരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ ഇന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിലും മാർക്കറ്റ് അത്ര സ്ട്രോങ് ആയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മാർക്കറ്റിൽ ഇന്ന് അങ്ങനെ വലിയ ക്യാൻഡിലുകളൊന്നും ഫോം ചെയ്തിട്ടില്ല. മാർക്കറ്റ് പതിയെയാണ് കയറിയത്. അപ്പം എന്തായാലും മാർക്കറ്റ് ബുള്ളിഷ് ആകണമെന്നുണ്ടെങ്കിൽ തന്നെ ഇന്നലത്തെ നമ്മളുടെ വീക്ക്ലി അനാലിസിസിൽ പറഞ്ഞതുപോലെ ഹയർ ഹൈ ഫോർമേഷൻ വരണം. അതായത് ഈ ഒരു ഹൈക്ക് മുകളിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ഈ ലോയുടെ മുകളിൽ പുതിയൊരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയാൽ മാത്രമേ ട്രെൻഡ് മാറത്തുള്ളൂ, മാർക്കറ്റ് ബുള്ളിഷ് ആണെന്നും പറയാൻ പറ്റത്തുള്ളൂ. ഇന്നലത്തെ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ലെവൽസ് 24,470 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്തിട്ടാണ് പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയത്. ഇവിടുന്ന് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ മുകളിലോട്ട് കയറിയിട്ട് നല്ലൊരു ബുള്ളിഷ് താഴോട്ടൊരു വീക്ക് ക്യാൻഡിൽ വന്നിരുന്നെങ്കിലും പിന്നെ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിപ്പോയി. ഇന്ന് 470 എവിടെ 24,470 ഈ ഒരു ലെവല് ശ്രദ്ധിക്കുക. ഈ ഒരു ലെവല് ഇവിടെ സപ്പോർട്ട് കിട്ടിയൊരു ഇതാണ്. പിന്നീട് ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് റെസിസ്റ്റൻസ് ആയിരുന്ന ആ ഒരു ലെവലാണ് 24,465. ഓക്കെ, 24,465. ഇത് എപ്പോഴെങ്കിലും മാർക്കറ്റിൽ ഇന്നത്തെ ദിവസം ഇത് എപ്പോഴെങ്കിലും താഴോട്ട് 15 മിനിറ്റ്സിൽ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. 24,465 470 മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കുക. ഇവിടെ നിന്ന് സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ 5 മിനിറ്റ്സിൽ ഇവിടെ നിന്നൊരു റിവേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിലോ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. കാരണം അടുത്തൊരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് എന്തായാലും ചിലപ്പോൾ ഒരു ഡിപ്പിലോട്ട് വന്നേക്കും. അപ്പോൾ 24,465 475 ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. താഴോട്ട് 24,530 ഓക്കെ, 525 താഴോട്ട് 15 മിനിറ്റ്സിൽ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സിൽ താഴോട്ട് 24,525 താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,465 വരേക്കും താഴോട്ട് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 24,400 ഒരു റേഞ്ച് ആയിരിക്കും അടുത്ത ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യത ഉള്ളത്, ഈ ഒരു ഏരിയ. ഓക്കെ, ഇത് മൂന്നുമാണ് താഴോട്ടുള്ള ലെവൽസ്. അതായത് 24,524 താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,465 24,465 മിക്കവാറും നിഫ്റ്റിക്ക് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിരിക്കും. അത് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ 24,400 മുകളിലോട്ട് 24 ഈ ഒരു റേഞ്ച് 635 ഈ ഒരു ലെവല് നോക്കുക. ഇത് ഒരു സ്ട്രോങ് സപ്പോർട്ടായിരുന്ന ഇതാണ്. ഈ ഒരു ഹൈ 635 മുകളിലോട്ട് 15 മിനിറ്റ്സിൽ ബ്രേക്ക് ഔട്ട് കിട്ടണം. മുകളിലോട്ട് 15 മിനിറ്റ്സിൽ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് വരുന്നത് 730
735 വരേക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് 24,465 അവിടെ നിന്ന് മാർക്കറ്റ് ഒരു റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. ഡേറ്റ ഇന്നലത്തെ സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS ഏകദേശം 1,203 കോടിക്ക് സ്റ്റോക്ക് സെല്ലിംഗ് ആണ്. അതുപോലെ തന്നെ DIS 5,972 കോടിക്ക് സ്റ്റോക്ക് ബൈ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം FIS ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. 66,446 ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ കോൾ ഓപ്ഷൻ സെല്ലിങ്ങും 2.29 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ്ങുമാണ്. ഫ്യൂച്ചേഴ്സ് സ്ട്രോങ് സെല്ലിംഗ് തന്നെയാണ് FIS. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും ബൈയിങ് ആണ്. ക്ലൈൻറ്റ് 85,872 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. 4.1 ലാക്ക് മാർക്കറ്റ് ചിലപ്പോൾ ഇന്നൊരു സൈഡ് വൈസിനുള്ള സാധ്യതയുണ്ട്. സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്, എന്നാലും മിക്കവാറും ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ടിൽ ഇന്നലത്തെ ലെവൽസ് ഇന്നലെ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് മാർക്കറ്റ് CPRലൊരു ചെറിയൊരു റിജക്ഷൻ വന്നു. ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് വരച്ചിട്ടതാണ് ഈ ഒരു ലെവൽ. പക്ഷേ 24,500 ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ചൊരു സ്ട്രോങ് ഒരു ഫോള് പ്രതീക്ഷിച്ചാണ്. പക്ഷേ അവിടെ നിന്ന് 24,500 സുഖമായിട്ട് ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോയി. ഇന്ന് വൈഡ് CPR ആണ്. ഏകദേശം 24,473 മുതൽ 24,548 വരയ്ക്കാണ് CPR വരുന്നത്. വൈഡ് CPR ആണ്. ശ്രദ്ധിക്കുക, മിക്കവാറും ഞാനൊരു 3 റേഞ്ച് വരച്ചിട്ടുള്ളൂ. ഇതിന് ഉള്ളിൽ ഈ ഒരു റേഞ്ചിനുള്ളിൽ ചിലപ്പം ഒരു റേഞ്ച് ബോണ്ട് മാർക്കറ്റിനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു റേഞ്ച് വിട്ട് പുറത്തോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ശ്രദ്ധിക്കുക, 24,537 24,510 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ 24,445 24,422 ഇതിന് താഴോട്ട് മാർക്കറ്റ് പോകുമെന്ന് തോന്നുന്നില്ല. ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും ഒരു ബൗൺസ് ബാക്ക് മാർക്കറ്റിന് കിട്ടാൻ സാധ്യതയുണ്ട് താഴോട്ട്. മുകളിലോട്ട് 24,654 24,675 മാർക്കറ്റ് സപ്പോസ് ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഇവിടെ എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇമ്മീഡിയറ്റ് ഇവിടെ നിന്ന് താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായിട്ട് ഓപ്പണിംഗ് എവിടെയാണെന്ന് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്